ഹലോ ഗൈസ്, അസ്സലാമു അലൈക്കും. മാന്യ പ്രേക്ഷകർക്ക് ഷിഹാബ് ചോറ്റൂൻ്റെ ഹജ്ജ് യാത്രയിലേക്ക് ഹാർദമായ സ്വാഗതം. ഷിഹാബ് ചോറ്റൂൻ്റെ ഹജ്ജ് യാത്ര 94ാമത്തെ ദിവസം. നിങ്ങൾ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ തന്നെ വളരെ മനോഹരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിലാണ്. അപ്പോൾ ഷിഹാബ് ചോറ്റൂൻ്റെ ഹജ്ജ് യാത്രയോടനുബന്ധിച്ചുള്ള വീഡിയോ ദൃശ്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാം. അതുപോലെ തന്നെ വഴിയിലുണ്ടായിട്ടുള്ള ഒരുപാട് ആളുകളുടെ അഭിപ്രായങ്ങൾ, അവിടുത്തെ ക്രൗഡ്, ജനങ്ങളുടെ തിരക്കൊക്കെ ഒന്ന് കാണാം. ഓക്കെ, അപ്പോൾ ഇവരൊക്കെ ഷിഹാബിനെ കാണാൻ വേണ്ടിയിട്ട് പല പല വാഹനങ്ങളിലായിട്ടും അതുപോലെ തന്നെ നടന്നൊക്കെ ഷിഹാബിനെ അനുഗമിക്കാൻ വേണ്ടിയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ ഒരു ഗ്രാമങ്ങളിലൊക്കെ രാജസ്ഥാനിൽ നമ്മൾ ഏകദേശം പഞ്ചാബിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു സ്ഥലങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള തിരക്ക്, കാര്യങ്ങൾ, സ്ത്രീകളും കുട്ടികളും, ഈ ഒരു ഭാഗങ്ങളിലൊക്കെ നമുക്ക് സ്ത്രീകളെയാണ് കൂടുതൽ കാണാൻ പറ്റിയിട്ടുള്ളത് കേട്ടോ. ആണുങ്ങളും കുറവില്ല, എങ്കിലും ഒരുപാട് സ്ത്രീകളുടെ, അതായത് ആ ഗ്രാമപ്രദേശങ്ങളിലുണ്ടായിട്ടുള്ള എല്ലാ കുട്ടികളും അതുപോലെ തന്നെ മുതിർന്നവരും എല്ലാവരും സ്കൂളൊക്കെ ഒഴിവാക്കിയിട്ട്, നമ്മൾ കഴിഞ്ഞ സ്ഥലങ്ങളിലൊക്കെ കണ്ടിരുന്നു, അതായത് സ്കൂളൊക്കെ അവധി, മദ്രസയൊക്കെ അവധി കൊടുത്തിട്ടാണ് കുട്ടികളൊക്കെ ഹാജിയെ കാണാൻ വേണ്ടിയിട്ട്, ഷിഹാബ് കാണാൻ വേണ്ടിയിട്ട് റോഡ് സൈഡിലൊക്കെ വന്നിരുന്നത്. ആ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. ये कौन सा जगह है चाचा? ये गन्नासर गांव है जी। आप लोग क्या के लिए रुका है इधर? हम साहब भाई के लिए स्वागत के दर्शन करने के लिए रुके। स्वागत के लिए रुका है। अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुहू। मैं सैयद नौशाद गन्नासर इमाम से अर्ज़ कर रहा हूँ कि ये जो सभी अभी खड़ी है, ये शिहाब भाई जो हज पैदल के लिए जा रहे हैं, उनके वेलकम के लिए और स्वागत के लिए खड़े हैं। अस्सलाम वालेकुम वरहमतुल्लाहि वबरकातुहू। അപ്പോൾ നമ്മൾ ഷിഹാബിന്റെ യാത്രയിൽ പല സ്ഥലത്തു നിന്ന് പല മലയാളികളൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു സ്ഥലത്ത് എത്തുമ്പോഴും ഒരാളെ കണ്ടപ്പോൾ മലയാളിയാന്ന് ഇവർ പറഞ്ഞപ്പോൾ നമ്മൾ ചോദിക്കാം, ചേച്ചിന്റെ പേരെന്തേനു? സുജാത. നാട്ടിലെവിടെ? ആലപ്പുഴയില്. ഓക്കെ, ആലപ്പുഴയിലെ ചേച്ചിയാണ്. ഇവിടെ ഹോസ്പിറ്റലിലൊക്കെ വർക്ക് ചെയ്യാണ്. 25 വർഷമായിട്ട്. ഭർത്താവ് സിക്കറില്. മക്കളൊക്കെ ഉണ്ടോ അവിടെ? ഉണ്ടല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങൾ ഷിഹാബിനെ കാണാൻ വേണ്ടി വെയിറ്റ് ചെയ്യാണ് ഇവിടെ. അതെ, ഒന്ന് ഷിഹാബിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? എത്രയായാലും നാട്ടിൽ നിന്ന് വന്ന ആങ്ങളെയല്ലേ, ആങ്ങളെ കാണാനായിട്ട് വന്നു. ബിക്കാനീരിൽ വന്നു. അതല്ലേ? ബിക്കാനീരിലെ ഇപ്പൊ എന്റെ കുട്ടി ഇവിടെ 24 വർഷം ഇവിടെ ആയിരുന്നു. ഓക്കെ, ഏതായാലും വളരെ കണ്ടതിലൊക്കെ ഉള്ള സന്തോഷം. ഷിഹാബിനോട് എന്തെങ്കിലും പറയാനുണ്ടോ? കണ്ടായിരുന്നു അവിടെ സംസാരിച്ചു. ആ ഓക്കെ, 1 മണിക്കൂർ സംസാരിച്ചു. അതല്ലേ? ആ ഓക്കെ ഓക്കെ, ഏതായാലും സന്തോഷം കേട്ടോ. ഓക്കെ, പേര് പറഞ്ഞില്ല. बोलिए बोलिए। सलाम करते हैं। हाँ, ये केरला से आ रहे हैं शिहाब भाई। उसके स्वागत के लिए खड़े हैं। उसकी हज यात्रा अल्लाह कबूल फरमाए। इंशाअल्लाह इंशाअल्लाह। बच्चे के ओके ओके। पढ़ रहे हैं आप लोग? सरकारी स्कूल में पढ़ रहे हैं। अभी नहीं किया आज? सबको मिल जाएगी, सबको मिलके जाएगी इंशाअल्लाह इंशाअल्लाह. ഷിഹാബിനെ വെയിറ്റ് ചെയ്തിരിക്കുന്ന കുട്ടികളാണ് ഇവരൊക്കെ. പിന്നെ ഇവരെ കയ്യിലൊക്കെ പൂക്കളുണ്ട് കേട്ടോ. പിന്നെ ഒരുപാട് പൂക്കളായിട്ടൊക്കെ ഷിഹാബിനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഷിഹാബിനെ കണ്ടിട്ടേ പോവുള്ളൂ എന്നാണ് പറഞ്ഞത്. അങ്ങനെ ഒരുപാട് അപ്പോൾ ഷിഹാബിൻ്റെ ഇന്നത്തെ യാത്രയിലും ഈ ഒരു വെയിലത്ത് ഏകദേശം 9 മണി 10 മണി ആയിട്ടുള്ളൂ, എങ്കിലും വെയിലിൻ്റെ ചൂട് കഠിനമാണ്. ആ ഒരു ഭാഗങ്ങളിലൊക്കെ വെള്ളങ്ങൾ, ശീതള പാനീയങ്ങളൊക്കെ ആയിട്ട് റോഡ് സൈഡിൽ ഷിഹാബിനെ അനുഗമിക്കുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ കൊടുക്കാൻ, അതുപോലെ തന്നെ നമ്മളെ പിന്നെ ഗുജറാത്തിൽ മഹാരാഷ്ട്ര ലാസ്റ്റിലായിട്ട് നമ്മൾ കണ്ടിട്ടുള്ള ഹാജിക്കയും കൂട്ടരൊക്കെ ഷിഹാബിനെ കാണാൻ വേണ്ടി വന്നു. ഷിഹാബിൻ്റെ ഹജ്ജ് യാത്ര വളരെ മനോഹരമായിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ആരോഗ്യവാനായിക്കൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് മാഷാ അല്ലാഹ് വളരെ നല്ല രീതിയിൽ യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. വഴിയിലുണ്ടായിട്ടുള്ള ഒരുപാട് ദൃശ്യങ്ങൾ, വീഡിയോ കുറച്ച് ലെങ്ത് കൂടുതലുണ്ട്, അതുകൊണ്ട് തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്.
कल से मक्का मदीना के लिए रवाना हुए हैं। आप सब मिलकर दुआ करें, हम भी दुआ करें, उनका सफ़र बहुत ज़्यादा आसान हो, वो हमके लिए दुआ करें, हम उनके लिए दुआ करें, उनके सफ़र में आसानी हो और उनकी जो भी दुआ है जायज़ वो कबूल करे अल्लाह ताला। और इधर का नाम क्या है जगह का? റാവ്സ്താർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ്, ഒരു ചെറിയൊരു ടൗണാണ്. ആ ഭാഗങ്ങളിലും വലിയ ക്രൗഡ് എന്ന് തന്നെ പറയാം. ആയിരങ്ങൾ ഷിഹാബിനെ അനുഗമിച്ചു കൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോലീസിൻ്റെ സാന്നിധ്യം കുറവാണെങ്കിലും കുറച്ച് പോലീസുകാർ മാത്രമേ ഉള്ളൂ. എങ്കിലും ജനങ്ങൾ വളരെ സംയമനം പാലിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചില സ്ഥലങ്ങളിലൊക്കെ പിന്നെ ഷിഹാബിൻ്റെ പിന്നാലെ കൂടിയിട്ട് പിന്നെ തടസ്സങ്ങളൊക്കെ ചെറുതായിട്ടൊക്കെ അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിലും കൂടിയിട്ട് ഈ ഒരു ടൗണിലും ആയിരങ്ങൾ ഒരുമിച്ച് കൂടുന്ന കാഴ്ചകളൊക്കെ ഇന്നത്തെ യാത്രയിൽ കാണാൻ പറ്റിയ ദൃശ്യങ്ങളൊക്കെ ഒന്ന് കാണാം. करनी है इसका मौलवी साहब दा, हाजी साहब दा। सरदार है आप? हाँ जी, ऐसे सरदार लोग हैं। हाँ, ये बहुत दिनों से नाम बोलिए। इंद्रपाल कौर जी। इंद्रपाल। हाँ जी। ओके 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 ओके। पूरा मुसलमान और हिंदू लोग सरदार पूरा जो एक ही साथ ही बैठ रहा है। ओके, माशाल्लाह माशाल्लाह, बहुत खुशी हम लोग। मोदी जी, सरदाना जी, सभी बच्चे हमारे मौलाना साहब जी का बहुत बहुत स्वागत करने के लिए इंतज़ार कर रहे हैं। गांव लप्पू वाली हेड से अभी वो आ रहे हैं और हम उनका इंतज़ार कर रहे हैं। ഓക്കെ, താങ്ക് യു. ലക്വാലി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ എത്തിക്കൊണ്ടിരിക്കുന്നത്. അവിടെ ഉണ്ടായിട്ടുള്ള കാഴ്ചകളാണ്. സ്കൂളിലെ കുട്ടികളും ടീച്ചേഴ്സൊക്കെ ആയിട്ട് ഈ റോഡ് സൈഡിൽ ഷിഹാബിനെ കാത്തിരിക്കുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതുപോലെ തന്നെ രാജ് റിവർ, അതായത് രാജസ്ഥാനിലെ ഒരു നദി ഇന്ദിരാഗാന്ധി റിവർ എന്നാണ് അറിയപ്പെടുന്നത്. ഇവിടുത്തെ വെള്ളം, ഈ ഒരു പുഴയിലെ വെള്ളം ഫിൽട്ടർ ചെയ്തിട്ടാണ് ഇവിടുത്തെ പ്രദേശവാസികളൊക്കെ കുടിക്കുന്നത് കേട്ടോ. കാണുമ്പോൾ കലക്കുവെള്ളമാണെങ്കിൽ കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് അത് ഒഴുകിപ്പോയിട്ട് പിന്നീട് ഫിൽട്ടർ ചെയ്തിട്ടാണ്. രാജസ്ഥാനിലെ പ്രധാന നദിയാണ്. ഓക്കെ, വലിയ നദിയാണ്. ഇന്ദിരാഗാന്ധി നിർമ്മിച്ചതാണെന്നാണ്. വലിയ ആഴത്തിലൊരു കനാല്. नाम बोलिए एक बार. जसवीर सिंह. सरदार जी. ओके, थैंक यू. गाँव वाले बहुत स्वागत जोर शोर से कर रहे हैं। इधर का नाम क्या है? उमेद खान। ओके ओके.
അതുപോലെ തന്നെ സർദാർജിയുടെ വാക്കുകൾ നിങ്ങൾ കേട്ടു. അവരൊക്കെ രണ്ട് കൂട്ടരും നല്ല മത്സരമാണ് ഒരു ഭാഗങ്ങളിൽ. അതുപോലെ തന്നെ ഷിഹാബിന് റോസാപ്പുകളെ കൊണ്ട് സ്വാഗതം ചെയ്തിട്ട് റോഡ് സൈഡിൽ വെൽക്കം എഴുതിയിട്ടും അതുപോലെ തന്നെ കാർപ്പറ്റ് വിരിച്ചിട്ടും ലക്വാലി എന്ന് പറഞ്ഞാൽ അവരുടെ ഗ്രാമത്തിൽ ഷിഹാബിനെ സ്വീകരിക്കാനുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ. അതുപോലെ തന്നെ ഇതുവഴിയിൽ ഇതിലൂടെ ഈ ഒരു ഷിഹാബ് കടന്നു പോകുന്ന ദൃശ്യങ്ങളൊക്കെ നമ്മൾ പകർത്തിയിട്ടുണ്ട്. അതൊക്കെ ഒന്ന് കാണുക. ഓക്കെ, ഏകദേശം നമ്മൾ ഹരിയാനയുടെ പ്രശ്നം പ്രതിപാദിച്ചിരുന്നു. അതായത് ഹരിയാനയിലേക്ക് ഏകദേശം പ്രവേശിക്കാനും ഇല്ലാതെയും 2 വഴികളുണ്ട്. അത് ഏതിലാന്നുള്ളത് നമ്മൾ അടുത്ത അപ്ഡേഷനിൽ അറിയിക്കാം. കാരണം ഇതിലെയാണ് യാത്ര ചെയ്യുന്നത് ഇപ്പോൾ നമുക്കറിയാൻ സാധിച്ചിട്ടില്ല. അതുപോലെ ആ ലക്വാലി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ഷിഹാബ് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു റോഡ് സൈഡിൽ വിരിച്ചിട്ടുള്ള കാർപ്പറ്റിലൂടെ ഇടത് സൈഡിലൂടെ ആയിട്ട് ഷിഹാബ് നടന്നു വരുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. വളരെ മനോഹരമായ രീതിയിൽ പൂക്കളൊക്കെ എറിഞ്ഞിട്ട് അവിടെയുള്ള ആളുകൾ ഷിഹാബിനെ സ്വീകരിക്കുന്ന വീഡിയോ ദൃശ്യങ്ങൾ. अपना नाम बोल दिया पहले। नाम सिंह है, ये मेरा पोता है मनदीप सिंह। मनदीप सिंह हज यात्री के लिए वो स्वागत के लिए आया है, तो कई बहुत टाइम से इंतजार कर रहे हैं हम। वो किधर से आ रहे हैं मालूम है? ये केरला से आ रहे हैं, केरला से आ रहे केरला हैं। से आए हैं। और ये उधर आपका फैमिली है ना पूरा? हाँ, पूरा फैमिली हमारा आया है। हाँ हम सिख लोग हैं हम। हाँ, ओके उसके ओके। स्वागत के लिए हम यहाँ इधर आए हैं। हाँ और हाँ, हमारी गाड़ी ले गया, ट्रैक्टर ले गया, जॉन की ट्रैक्टर ले गए, स्वागत के लिए आए हम। അപ്പോൾ വളരെ മനോഹരമായിട്ടുള്ള ഷിഹാബിൻ്റെ ഹജ്ജ് യാത്ര മാഷാ അല്ലാ ഇന്ന് നിർത്താതെ ഏകദേശം 30 കിലോമീറ്ററോളം നടന്നിട്ട് ഇവിടെ ഒരു മസ്ജിദ്, അതിനോടനുബന്ധിച്ചുള്ള ഖുർആൻ പഠന കോളേജ്, ആ ഒരു കോളേജിലാണ്, അതിൻ്റെ പരിസര പ്രദേശങ്ങളാണ്. അവിടെയൊക്കെ മറ്റ് പൊതുജനങ്ങൾക്കൊക്കെ ആയിട്ട് കുടിക്കാനുള്ള വെള്ളം, ദാഹജലമൊക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പുറത്തുള്ള ദൃശ്യങ്ങളാണ് നിങ്ങൾ കാണുന്നത്. അതിൻ്റെ ഉള്ളിലേക്കുള്ള നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടെയുള്ള മക്കൾ, പഠിക്കുന്ന മക്കൾ, അവിടുത്തെ പറയുന്ന പ്രദേശവാസികളായിട്ട് ആളുകൾ വളരെ ദൂരത്തു നിന്നൊക്കെ വന്നിട്ട് ഷിഹാബിനെ കാത്തിരിക്കുന്നത്. ഞാൻ പറഞ്ഞല്ലോ 30 കിലോമീറ്റർ നിർത്താതെ ഷിഹാബെന്ന് മാഷാ അല്ലാ അൽഹംദുലില്ലാ നടന്ന് നീങ്ങി. ഓക്കെ, അപ്പോൾ അവസരോചിതമായിട്ട് ഷിഹാബിൻ്റെ മുന്നോട്ടുള്ള യാത്രയിലും ഇതുപോലെ നിങ്ങളൊക്കെ ദുആയിൽ ഉൾപ്പെടുത്തിയതുപോലെ ഇനിയും ഷിഹാബിന് വേണ്ടിയിട്ട് നിങ്ങളുടെ പ്രാർത്ഥനയിലും അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാ സപ്പോർട്ടും ഉണ്ടാവണമെന്ന് വളരെ നല്ല രീതിയിൽ നിങ്ങളോട് അവസരോചിതമായിട്ട് ഈ സമയത്ത് ഉണർത്തുകയാണ്. ഓക്കെ, അപ്പോൾ ആ ഒരു പള്ളിയുടെ അകത്തായിട്ട് ഇടത് സൈഡിൽ കാണുന്ന ഒരു ബിൽഡിങ്ങിലാണ് ഷിഹാബ് താമസിക്കുന്നത്, ഹാജി താമസിക്കുന്നത്. ഓക്കെ, അവിടെ എല്ലാ ആ ഒരു പരിസര പ്രദേശങ്ങളൊക്കെ ഒന്ന് വീഡിയോയിൽ പകർത്തിയിട്ട് നിങ്ങളെ കാണിക്കാം. ഏകദേശം 350 കിലോമീറ്ററോളാണ് ഇനി ബാക്കിയുള്ളത് ബാഗ ബോർഡറിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ 2 റോഡുകളാണുള്ളത്. ആ 2 വഴി പോയാലും ഷിഹാബിന് പഞ്ചാബിലെത്താം. പക്ഷേ ഹരിയാന ഒഴിവാക്കിയിട്ട് പോകാനാണ് സാധ്യത എന്നാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ അതുപോലെ അവിടെ പുതുതായിട്ട് പണി കഴിഞ്ഞ് വരുന്ന ഒരു പള്ളിയാണ്. വളരെ മനോഹരമായിട്ട് 2 നിലയിൽ പണി കഴിഞ്ഞുകൊണ്ടിരിക്കുന്ന, ഏകദേശം പണി പൂർത്തീകരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മസ്ജിദ്, അതിൻ്റെ പരിസര പ്രദേശങ്ങൾ, അതുപോലെ തന്നെ അവിടെ പഠിക്കണ മുതാലിമുകളായിട്ടുള്ള കുട്ടികൾ, ഖുർആൻ പഠിക്കാൻ വന്നിട്ടുള്ള അവരൊക്കെ വീഡിയോയിലേക്ക് വിളിച്ച് വളരെ ശാന്തമായിട്ട് നമുക്ക് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഒരുങ്ങി നിൽക്കുന്ന കാഴ്ചകളാണ്. അതുപോലെ തന്നെ നമുക്ക് അവിടുത്തെ ഒരു കോൺഗ്രസിൻ്റേതായിട്ടുള്ളൊരു, അതായത് വൈസ് ചെയർമാൻ, അദ്ദേഹം നമ്മളോട് സംസാരിച്ചു. नाम क्या है जी? शकील कुरैशी। शकील कुरैशी। शाह भाई का मिलने का जा रहा है। हाँ,
ओके ओके इधर का गांव का सूरतगढ़ गंगानगर जिला गंगानगर डिस्ट्रिक्ट गंगानगर हनुमानगढ़ नहीं हनुमानगढ़ तो ये हनुमानगढ़ डिस्ट्रिक्ट में है अभी डिस्ट्रिक्ट में वो पीछे वो जो उधर से 40 किलोमीटर है साइड में ओके ओके थैंक यू शुक्रिया ഇൻഷാല്ലാ ഇൻഷാല്ലാ यूट्यूब पे चढ़ा हुआ അപ്പോൾ നമ്മൾ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അതായത് ഷിഹാബ് ചോറ്റൂരിൻ്റെ ഹജ്ജ് യാത്രയുമായി ബന്ധപ്പെട്ട വീഡിയോ ദൃശ്യങ്ങൾ അവസാനിച്ചു. ഇന്നത്തേത് ഏകദേശം നമ്മൾ കഴിയുന്ന പരമാവധി എന്താ പറയുക വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നിങ്ങളെ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ ഈ കാണുന്നതാണ് പരുത്തി കൃഷിയുടെ രാജസ്ഥാൻ്റെ ചില ഭാഗങ്ങളിലായിട്ട് ഏകദേശം ഭാഗങ്ങളിലൊക്കെ പരുത്തി കൃഷിയാണ് ചെയ്യുന്നത്. ഈ ഒരു കായ പൊട്ടിയിട്ട് കായ എടുത്ത് ഉണക്കിയിട്ട് അതിൽ നിന്നാണ് പരുത്തി ഉണ്ടാക്കുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവിടെ ആ ഒരു പ്രദേശങ്ങളിലൊക്കെ ഏകദേശം കിലോമീറ്ററുകളോളം പരുത്തി കൃഷി കണ്ടു. അതൊക്കെ ഒന്ന് വീഡിയോ പകർത്തി. നമ്മൾ ഇതൊന്നും മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഇല്ല എന്നല്ലട്ട് നമ്മൾ പറയുന്നത്. അതായത് നമ്മൾ എവിടെയാണ് യാത്ര ചെയ്യുന്നത് ആ സ്ഥലങ്ങളിലുള്ള കാഴ്ചകൾ മാന്യ പ്രേക്ഷകരായിട്ടുള്ള നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുകയാണ് ചെയ്യണത്. ഇതൊക്കെ കണ്ടവരും കാണാത്തവരൊക്കെ ഉണ്ടാവും. ചില സംസ്ഥാനങ്ങളിലൊക്കെ അതുണ്ട്, ഇല്ല എന്നല്ല പറയണത്. ഓക്കെ, അപ്പോൾ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യണം. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ഓക്കെ, ലൈക്ക് ചെയ്യുക. താങ്ക് യു, ബൈ.